വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങിയായിരുന്നു. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ 2 ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന 3ാമത്തെ ടൈപ്പ് 4ാമത്തെ ടൈപ്പുമായ ചോദ്യങ്ങളാണ്. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സ്ഥിരം ചോദ്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ സാധിക്കും. കഷ്ടപ്പെട്ടല്ല പഠിക്കേണ്ടത്, ഇഷ്ടപ്പെട്ടാണ് പഠിക്കേണ്ടത്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 1ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ മക്കളെ 1ാമത്തെ ചോദ്യം, ഇഫ് അനിൽ എലോൺ കംപ്ലീറ്റ്സ് എ വർക്ക് ഇൻ 12 days. അതായത് അനിൽ എന്ന് പറയുന്ന ആള് ഒറ്റയ്ക്ക് ജോലി ചെയ്യുവാണെങ്കിൽ ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാവും. 12 കണ്ടോ, 12. അപ്പൊ അനിൽ എന്ന് പറയുന്ന ആള് ഒറ്റയ്ക്ക് ജോലി ചെയ്യുവാണെങ്കിൽ ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നാണ് പറഞ്ഞത്. ബഷീർ ആണെങ്കിൽ 15 ദിവസം കൊണ്ട് പൂർത്തിയാകും. ബഷീർ എലോൺ ഇൻ 15 days. അതായത് ബഷീർ തനിയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാവും. ഇനി മറ്റൊരാളുണ്ട്, ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആളാണെങ്കിൽ 20 ദിവസം കൊണ്ട് പൂർത്തിയാവും. ചന്ദ്രൻ തനിയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ ജോലി പൂർത്തിയാകാൻ 20 ദിവസം എടുക്കും എന്നാണ് പറഞ്ഞത്. ചെയ്യുന്ന മെത്തേഡ് LCM മെത്തേഡാണ്. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. അപ്പോൾ 12ന്റെയും 15ന്റെയും 20ന്റെയും LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. ഇവിടെ നമുക്കറിയാം LCM കണ്ടുപിടിക്കാൻ 2 മെത്തേഡാണുള്ളത്. ഒന്ന് നമ്മൾ വരച്ച് ഘടകക്രിയ ചെയ്ത് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഖ്യയിലേക്ക് നിങ്ങൾ നോക്കുക. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 20 ആണ്. 20നെ 12 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ 20ന്റെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് പോകണം. 20ന്റെ അടുത്ത മൾട്ടിപ്പിൾ 40 ആണ്. 40നെ 12 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. 20ന്റെ 3ാമത്തെ മൾട്ടിപ്പിളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക. 20ന്റെ 3ാമത്തെ മൾട്ടിപ്പിൾ 60 ആണ്. 60നെ 12 കൊണ്ടും 15 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 60 ആണ് LCM. 60 ആണ് അവിടുത്തെ LCM. 60 ആണ് LCM. അതാണ് ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ആകെ ജോലി. അതായത് 1ാമത്തെ സ്റ്റെപ്പ് ക്ലിയർ ആണേ. അതായത് തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക, ആകെ ജോലിയായിട്ട് പരിഗണിക്കുക. കഴിഞ്ഞു. ഇനി 12 ദിവസം കൊണ്ടാണ് 60 ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്നത് 5 ജോലിയാണെന്ന് മനസ്സിലായി. 60/12 5. അതേപോലെ 15 ദിവസം കൊണ്ട് 60 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 60/15, ഒരു ദിവസം 4 ജോലിയാണ് ചെയ്യുന്നത്. 20 ദിവസം കൊണ്ട് 60 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് എന്ന് പറഞ്ഞാൽ 60/20, 3 ജോലിയാണ്. അങ്ങനെ A തനിയെ ഒരു ദിവസം 5 ജോലി ചെയ്യും, B തനിയെ ഒരു ദിവസം 4 ജോലി ചെയ്യും, C തനിയെ ഒരു ദിവസം 3 ജോലിയാണ് ചെയ്യുന്നത്. കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ബൈ ഓൾ 3 ടുഗദർ. അതായത് ഈ അനിലും ബഷീറും ചന്ദ്രനും കൂടെ ഒരുമിക്കുവാണെങ്കിൽ, ഇവന്മാര് 3 പേരും കൂടെ ഒരുമിക്കുവാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നാണ് ചോദിച്ചത്. അതായത് കണ്ടുപിടിക്കേണ്ടത് അനിൽ പ്ലസ് ബഷീർ പ്ലസ് ചന്ദ്രൻ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, നമുക്ക് മനസ്സിലായി. അനിൽ ഒരു ദിവസം 5 ജോലിയാണ് ചെയ്യുന്നത്. ബഷീർ ആണെങ്കിൽ 4, ചന്ദ്രൻ ആണെങ്കിൽ 3. ഇവന്മാര് 3 പേരും കൂടെ ഒരുമിച്ചാൽ, അതായത് അനിൽ പ്ലസ് ബഷീർ പ്ലസ് ചന്ദ്രൻ, ഇവര് 3 പേരും കൂടെ ഒരുമിക്കുവാണെങ്കിൽ ഒരു ദിവസം പൂർത്തിയാകുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാല് 5, 4, 9, 3 12 ജോലിയാണ് ഇവര് 3 പേരും കൂടെ ചെയ്ത് പൂർത്തിയാക്കുന്നത്. ഒരു ദിവസമാണ് 12 ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം 12 ജോലിയാണ് ഇവര് 3 പേരും കൂടെ ചേർന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തീരേണ്ടത് എത്ര ജോലിയാ? നമുക്ക് 60 ജോലിയാണ് തീരേണ്ടത്. ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം.
എടാ കുഞ്ഞുങ്ങളെ, ഒരു ദിവസം 12 ജോലിയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഒരു ദിവസം 12 ജോലി ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് 60 ജോലി തീരും? 5 ദിവസം അല്ലേ? അല്ലെങ്കിൽ 60നെ 12 കൊണ്ട് ഹരിച്ചാലും മതി. 60നെ 12 കൊണ്ട് ഹരിച്ചാൽ മതി. ഉത്തരം 5 ദിവസം എന്ന് വരും ആൻസർ. കണ്ടോ, ഒന്നാമത്തെ ഉത്തരം 5 ദിവസമാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. എയും ബിയും സിയും കൂടെ ഒരു ദിവസം 12 ജോലിയാണ് ചെയ്യുന്നത്. ഒരു ദിവസം 12 ജോലി ചെയ്യുമ്പോൾ 60 ജോലി ചെയ്തെടുക്കാൻ എത്ര ദിവസം വേണം? അതാണല്ലോ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 60നെ 12 കൊണ്ട് ഹരിച്ചാൽ മതി. ഉത്തരം 5 എന്ന് വരും ആൻസർ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. എ അലോൺ കംപ്ലീറ്റ്സ് എ വർക്ക് ഇൻ 24 ഡേയ്സ്. അതായത് എ എന്ന് പറയുന്ന ആള് തനിയെ ജോലി ചെയ്യുവാണെങ്കിൽ ഒരു ജോലി 24 ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നാണ് പറഞ്ഞത്. എ തനിയാണെങ്കിൽ 24 ദിവസം കൊണ്ടാണ് ആ ജോലി പൂർത്തിയാകുന്നത്. ബി അലോൺ 6. ബി തനിയാണെങ്കിൽ 6 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാകും. സി ആണെങ്കിലോ, സി തനിയാണെങ്കിൽ 12 ദിവസം കൊണ്ടാണ് ആ ജോലി പൂർത്തിയാക്കുന്നത്. അപ്പൊ എ തനിയെ 24, ബി തനിയെ 6, സി തനിയെ 12. ഒന്നാമത്തെ സ്റ്റെപ്പ്, തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എൽസിയം കണ്ടുപിടിക്കുക. അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. അതായത് 24ന്റെയും 6ന്റെയും 12ന്റെയും എൽസിയം കണ്ടുപിടിക്കുക. അതിനെ ടോട്ടൽ വർക്ക് ആയിട്ട് പരിഗണിക്കുക. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 24 ആണ്. 24നെ 6 കൊണ്ടും 12 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ആ ഏറ്റവും വലിയ സംഖ്യയായ 24 തന്നെയാണ് എൽസിയം. ഏറ്റവും വലിയ സംഖ്യയായ 24 തന്നെയാണ് എൽസിയം. അപ്പൊ ഇനി ഓരോ ദിവസത്തെ വർക്ക് കണ്ടുപിടിക്കാം. 24 ദിവസം കൊണ്ട് 24 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് ഒരു ജോലിയാണെന്ന് മനസ്സിലായി. 6 ദിവസം കൊണ്ട് 24 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 4 ജോലിയാണ് ചെയ്യുന്നത്. 24/6 4 വരും. 12 ദിവസം കൊണ്ട് 24 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 ജോലിയാണ് ചെയ്യുന്നത്. 24/12 2. ഒരു ദിവസം 2 ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എയും ബിയും സിയും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം ചെയ്യുന്ന ജോലി 4ഉം 2ഉം 6ഉം 1ഉം 7 ജോലിയാണ് ചെയ്യുന്നത്. എയും ബിയും സിയും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം ചെയ്യുന്നത് 7 ജോലിയാണ്. കണ്ടോ, നമുക്ക് തീരേണ്ടത് എത്ര ജോലിയാ? നമുക്ക് തീരേണ്ടത് 24 ജോലിയാണ് തീരേണ്ടത്. എടാ, 24 ജോലി പൂർത്തിയാകാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഒരു ദിവസം 7 ജോലിയാണ് ചെയ്യുന്നത്. 24 ജോലിയാണ് പൂർത്തിയാകേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും 24നെ 7 കൊണ്ട് ഹരിച്ചാ പോരെ? 24നെ 7 കൊണ്ട് ഹരിക്ക്. അപ്പൊ 24നെ 7 കൊണ്ട് ഹരിച്ചാല് 3 7 21 ശിഷ്ടം 3 എന്ന് വരും. എന്നിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എഴുതിയാൽ മതി. അതായത് ആദ്യം ഹരണഫലം അല്ലെങ്കിൽ കോഷ്യന്റ് ആദ്യം എഴുതണം. പിന്നെ ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ, ഹാരകത്തിന്റെ മുകളിലെ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം. എന്താണ്ട് ഈ ആൻസർ നിങ്ങൾ ബബിൾ ചെയ്താൽ മതി. ഉത്തരം 3ഉം 7ൽ 3 ദിവസം എന്ന് വരും ആൻസർ. ഇത്രേ ഉള്ളൂ പരിപാടി. സിമ്പിൾ ആണ്. ഇത്രയും ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അമ്മു ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ചിന്നു ആണെങ്കിൽ 15, പാർവതി ആണെങ്കിൽ 30 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഇവര് 3 പേരും കൂടെ, അമ്മുവും ചിന്നുവും പാർവതിയും കൂടെ ഒരുമിക്കുകയാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നതാണ് ചോദ്യം. സെയിം മെത്തേഡിൽ ചെയ്തിട്ട് ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? 2 ചോദ്യം അതേ മെത്തേഡിലാണ് നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് ആണ്. CSEB വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഉടനെ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്ലർക്ക്, കാഷ്യർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസുകളെല്ലാം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പഠിക്കണം. സോ ഉള്ള ഓരോ സമയങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ്. സോ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ചുകൾ ഓപ്പൺ ചെയ്യുവാണ്. ഇതുപോലെ നമ്മൾ ഡെപ്തിലാണ് ക്ലാസ് എടുക്കുന്നത്. അതായത് ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും
ഒരു ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പരമാവധി ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് സോ കോൺസെപ്റ്റ് മനസ്സിലാക്കി ലൈവായിട്ട് നിങ്ങളെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് പരമാവധി നോളജ് നിങ്ങളിലേക്ക് എത്തിക്കുക. സോ നന്നായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധ്യത കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അത് ബോർഡ് നമ്പർ നമ്മൾ അവിടെ കോൺടാക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു സാധ്യത കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ ടൈപ്പാണ്. നാലാമത്തെ ടൈപ്പിലെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യത്തെ 3 ടൈപ്പ് ചോദ്യങ്ങളാണ് ഇവിടെ ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കി. അതിൽ ആദ്യത്തെ 2 ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ പാർട്ട് 1 ഉൾപ്പെടുത്തി. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഒരു ജോലി ഇത്ര ദിവസം, ബി ഒരു ജോലി ഇത്ര ദിവസം, സി. എന്നിട്ട് അവർ ചോദിക്കുന്നത് എയും ബിയും സിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നതാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത് അവസാനിപ്പിച്ചത്. അടുത്ത ചോദ്യത്തിന്റെ പ്രത്യേകത 4ാമത്തെ ടൈപ്പാണ്. 4ാമത്തെ ടൈപ്പ് ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആൻഡ് ബി 10 days. കണ്ടോ, എയും ബിയും കൂടെ ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി ആൻഡ് സി, ബിയും സിയും കൂടെ 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എയും സിയും കൂടെ 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞത്. ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ബൈ ഓൾ 3 ടു കംപ്ലീറ്റ് ദ വർക്ക്. അതായത് ഈ 3 പേര്, ആരൊക്കെ 3 പേര്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇവര് 3 പേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നത് എയും ബിയും കൂടെ 10 ദിവസം, എയും ബിയും കൂടെ 10 days, എയും ബിയും കൂടെ ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് നമ്മൾ വൃത്തിയായിട്ട് എഴുതി വെച്ചു. ഇവിടെ മക്കളെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ബിയും സിയും കൂടെ 12 എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വൃത്തിയായിട്ട് എഴുതി വെച്ചു, ബിയും സിയും കൂടെ ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് എഴുതി വെച്ചു. പിന്നെ പറഞ്ഞിരിക്കുന്നത് എയും സിയും കൂടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയും സിയും ആണെങ്കിൽ 15 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും എഴുതി വെച്ചു, എയും സിയും കൂടെ 15 ദിവസം കൊണ്ടാണ് ആ ജോലി പൂർത്തിയാക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ടൈപ്പ് 4 ചോദ്യം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. തന്നിരിക്കുന്ന ദിവസങ്ങൾ 10, 12, 15. LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 15 ആണ്. 15നെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. 15 അല്ല LCM. 15ന്റെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് നിങ്ങൾ പോവുക. 15ന്റെ അടുത്ത മൾട്ടിപ്പിൾ 30 ആണ്. 30നെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും, പക്ഷേ 12 കൊണ്ട് പറ്റത്തില്ല. പണിവാളി. 15ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിളിലേക്ക് പോവുക. 15ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ 45 ആണ്, ഒട്ടും പറ്റത്തില്ല. അവൻ എന്ത് ചെയ്യണം? 15ന്റെ 4ാമത്തെ മൾട്ടിപ്പിളിലേക്ക് പോകും. മാക്സിമം 4ാമത്തെ മൾട്ടിപ്പിളിന് അപ്പുറത്തേക്ക് പോകാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ എടുത്ത് പോകണമെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഈ ടൈം ആൻഡ് വർക്കിന്റെ ചോദ്യങ്ങളെല്ലാം തന്നെ ഏറ്റവും വലിയ സംഖ്യയുടെ അടുത്തടുത്ത മൾട്ടിപ്പിൾ അവസാനിക്കും. പ്രോബ്ലം വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ 15ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ നടക്കാത്തത് കൊണ്ട് 15ന്റെ 4ാമത്തെ മൾട്ടിപ്പിളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 15ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ 15 × 4 60 ആണ്. 60 ആണ് അവിടെ LCM. 60 ആണ് LCM. 60 ആണ് LCM. 60. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 ആണ് LCM. ദാറ്റ് ഈസ് ടോട്ടൽ വർക്ക്. ഒന്നുമില്ല, പഴയതുപോലെ തന്നെ തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിച്ചു, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിച്ചു, അത്രേ ഉള്ളൂ. ഇനി 10 ദിവസം കൊണ്ടാണ് 60 ജോലി ചെയ്യുന്നത്. എടാ 10 ദിവസം കൊണ്ട് 60 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 6 ജോലിയാണെന്ന് മനസ്സിലാക്കിക്കൂടെ? എങ്ങനെ 6 കിട്ടിയത്? 60നെ 10 കൊണ്ട് ഹരിച്ചാൽ മതി. 60നെ 10 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 6 വരും. 12 ദിവസം കൊണ്ട് 60 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 12 ദിവസം കൊണ്ടാണ് 60 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 5 ജോലിയല്ലേ? 60നെ 12 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് ഒരു ദിവസം ചെയ്യുന്നത് 5 ജോലിയാണെന്ന് മനസ്സിലായി. അടുത്തത് 15 ദിവസം കൊണ്ട് 60 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 15 ദിവസം കൊണ്ട് 60 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 60/15, ഒരു ദിവസം ചെയ്യുന്നത് 4 ജോലിയാണെന്ന് മനസ്സിലായി. കണ്ടോ?
അപ്പൊ എയും ബിയും കൂടെ ചേർന്ന് ഒരു ദിവസം 6 ജോലി ചെയ്യും, ബിയും സിയും കൂടെ ഒരു ദിവസം 5 ജോലി ചെയ്യും, എയും സിയും കൂടെ 4 ആണ് ചെയ്യുന്നത്. പക്ഷേ കണ്ടുപിടിക്കേണ്ടത് ഇതൊന്നുമല്ല. കണ്ടുപിടിക്കേണ്ടത് എയും ബിയും സിയും കൂടെ ചേർന്നാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നാണ് ചോദിച്ചത്. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. കണ്ടോ, നോക്കിയേ, എ പ്ലസ് ബി 6, ബി പ്ലസ് സി 5. ഒരു ദിവസത്തെ കാര്യമാണ്. എ പ്ലസ് സി 4. കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി ആ. നിങ്ങൾ ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടിയേക്കണം. ഒന്നും നോക്കണ്ട, ഒന്നും നോക്കാതെ എല്ലാം കൂടെ അങ്ങ് കൂട്ടിയേക്കണം. എല്ലാം കൂടെ അങ്ങ് കൂട്ടിയേക്കണം. അപ്പൊ നോക്കിക്കോണേ, എ ഉണ്ട്, ബി ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്, എല്ലാം കൂടെ കൂട്ടിക്കൂ. അപ്പോൾ നിങ്ങൾ പറയും സാറേ എയും കൂടെ കൂട്ടിയാൽ 2a, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കുമല്ലേ, 2a, ബി ബി 2b, സി സി 2c. അതായത് ഇടതുവശം എല്ലാം കൂടെ കൂട്ടിയാൽ, ഇടതുവശത്ത് കിടക്കുന്നവന്മാരെ എല്ലാം കൂടെ പിടിച്ച് കൂട്ടുവാണെങ്കിൽ 2a പ്ലസ് 2b പ്ലസ് 2c എന്ന് വരും അല്ലേ. 2a ഉണ്ട്, 2b ഉണ്ട്, 2c ഉണ്ട്. ഇവിടെ കിടക്കുന്നവന്മാരെ എല്ലാം കൂടെ കൂട്ടുവാണെങ്കിൽ a 2a, bb 2b, cc 2c, 2a 2b 2c എന്ന് വരും. സോ നമുക്ക് അവിടുന്ന് കോമൺ ആയിട്ട് 2 ഇങ്ങ് വെളിയെടുത്തൂടെ. അങ്ങനെ കോമൺ ആയിട്ട് 2 വെളിയെടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് വരും. കോമൺ ആയിട്ട് നമ്മൾ ഇങ്ങ് വെളിയെടുത്തതാണ്. അതായത് ഇവന്മാരെ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് 2 ഇങ്ങ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ആയി. അതായത് അപ്പം 2a-യും 2b-യും 2c-യും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് 6, 5, 11, 4, 15 ജോലിയാണ് ചെയ്യുന്നത്. അതായത് 2a-യും 2b-യും 2c-യും കൂടെ ഒരു ദിവസം ചെയ്യുന്നത് 15 ജോലിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്നുമല്ല, കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ആണ്. നമുക്ക് വേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 2നെ എടുത്ത് അപ്പുറത്തേക്ക് തട്ടണം. ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 2 അപ്പുറത്ത് പോയാൽ ഗുണനം എന്താവും? ഗുണനം ഹരണമായിട്ട് മാറും അല്ലേ, ഗുണനം ഹരണമായിട്ട് മാറും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എ പ്ലസ് ബി പ്ലസ് സി അതുപോലെ തന്നെ എഴുതി. അതാണ് കണ്ടുപിടിക്കേണ്ടത്. 2 അപ്പുറത്ത് പോയാൽ ഹരണമാവും. 15 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 15ന്റെ പകുതി നമുക്ക് 7 എന്ന് വരും. വേണ്ട, നിങ്ങൾ അങ്ങനെ ഒന്നും പോകണ്ട, 15/2 എന്ന് എഴുതിയാൽ മതി. തൽക്കാലം അങ്ങനെ മതി. എന്താണ് ഇതിന്റെ അർത്ഥം? എടാ, എയും ബിയും സിയും കൂടെ ഒരുമിക്കുവാണെങ്കിൽ ഒരു ദിവസം 15ന്റെ പകുതി എത്ര? 7.5. അതായത് ഒരു ദിവസം 7.5 ജോലിയാണ് ചെയ്യുന്നത്. ആരാ? എയും ബിയും സിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം 7.5, അതായത് 15ന്റെ പകുതി 7.5 ജോലിയാണ് ചെയ്യുന്നത്. നമുക്ക് തീരേണ്ടത് എത്ര ജോലിയാ? നമുക്ക് തീരേണ്ടത് 60 ജോലിയാണ്. ആ 60 ജോലി ചെയ്തെടുക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം. നമ്മൾ പഴയതുപോലെ തന്നെ എന്ത് ചെയ്യണം? അവിടെ കിടക്കുന്നവനെ ഇവിടെ കിടക്കുന്നവനെ കൊണ്ട് ഹരിക്കണം. ഇവിടെ ഒരു 10 ആയിരുന്ന അടിപൊളിയായിരുന്നു അല്ലേ. 60നെ 10 കൊണ്ട് ഹരിക്കാൻ എളുപ്പമായിരുന്നു. ഇവിടെ 15/2 ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വരും നിങ്ങൾക്ക്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ എയും ബിയും സിയും കൂടെ ഒരു ദിവസം 7.5 അല്ലെങ്കിൽ 15ന്റെ പകുതി ജോലിയാണ് ചെയ്യുന്നത്. തീരേണ്ടത് 60 ജോലിയാണ്. തീരേണ്ടത് 60 ജോലിയാണ്. സോ 60നെ 15/2 കൊണ്ട് ഹരിച്ചാൽ മതി. 60നെ 15/2 കൊണ്ട് ഹരിക്കുക. 60 എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യക്കും ഛേദം 1 ഉണ്ട്. 60 എന്ന് പറഞ്ഞാൽ 60/1 ആണ്. 60 എന്ന് പറഞ്ഞാൽ 60/1 ആണ്. കാരണം ഏതൊരു സംഖ്യക്കും ഛേദം ഡിനോമിനേറ്റർ 1 ഉണ്ട്. അപ്പോൾ 60 എന്ന് പറഞ്ഞാൽ 60/1 ആണ്. അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഹരിക്കേണ്ടത്? 15/2 കൊണ്ട് ഹരിക്കണം. 15/2 കൊണ്ട് ഹരിക്കണം. ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ, എടാ ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിക്കുക. ആദ്യത്തത് അതുപോലെ തന്നെ എഴുതിക്കൂ. രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിക്കുക. രണ്ടാമത്തത് 15/2 ആണ്. തിരിച്ചിട്ട് ഗുണിക്കുക. അതായത് 2/15 എന്ന് വരും. 2/15. ഇനി വെട്ടിക്കൂ. എടാ മക്കളെ, 15ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ ആണ് 60 അല്ലേ. 15ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 60. 15നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 60 കിട്ടുന്നത്. 4ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 4 × 2 8 എന്ന് വരും ആൻസർ. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് 1 നോക്കിയപ്പോഴും ടൈപ്പ് 2 പഠിച്ചപ്പോഴും ടൈപ്പ് 3 പഠിച്ചപ്പോഴും ടൈപ്പ് 4ലേക്ക് എത്തിയപ്പോഴും ടൈപ്പ് 4 ആണ് ഒരു അല്പം സ്റ്റെപ്പ് വരുന്ന ചോദ്യം. ഒന്നുമില്ല, അതായത് ഇടദോഷം എല്ലാം കൂടെ കൂട്ടി ഇടദോഷത്തേക്ക് എഴുതുക,
വലതുവശത്ത് 6, 5, 11, 4, 15 ജോലിയാണ് വരുന്നത്. അതായത് ഒരു ദിവസം 15. ആര്? 2A-യും 2B-യും 2C-യും കൂടെ ചേരുമ്പോൾ ഒരു ദിവസം 15 ജോലിയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടത് A+B+C ആണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് 2 അപ്പുറത്ത് പോയാൽ ഹരണത്തിലേക്ക് വരും. സോ 15/2 എന്ന് വരും. സോ അപ്പോൾ എയും ബിയും സിയും കൂടെ ചേരുമ്പോൾ ഒരു ദിവസം ചെയ്യുന്നതാണ് 15/2 ജോലി. തീരേണ്ടത് 60 ജോലിയാണ്. സോ ആ 60 ജോലി ചെയ്തെടുക്കാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത്. സോ 60നെ 15/2 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചോദ്യം കണ്ടോ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എയും ബിയും കൂടെ ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ബിയും സിയും കൂടെ 15, എയും സിയും കൂടെ 20. കണ്ടുപിടിക്കേണ്ടത് ഇതുപോലെ തന്നെ എയും ബിയും സിയും കൂടെ, അതായത് കണ്ടുപിടിക്കേണ്ടത് A+B+C എത്ര എന്നാണ് ചോദ്യം. ഇത് നമ്മുടെ രണ്ടാമത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അതിൻ്റെയും കൂടി ആൻസർ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതുകൂടി ഉണ്ട്. എയും ബിയും കൂടെ 72 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ബിയും സിയും കൂടെ ആണെങ്കിൽ 120, എയും സിയും കൂടെ ആണെങ്കിൽ 90. കണ്ടുപിടിക്കേണ്ടത് സെയിം ഇതുപോലെ തന്നെ എയും ബിയും സിയും കൂടെ ചേർന്നിട്ട് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ടൈപ്പ് 3 പഠിച്ചു, ടൈപ്പ് 4 പഠിച്ചു. അതേപോലെ തന്നെ ബാക്കിയുള്ള 3 ചോദ്യങ്ങൾ ഹോംവർക്കായിട്ട് വന്നിട്ടുണ്ട്. സോ ആ ഒരു 3 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ഇതിന്റെ ബാക്കി ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ, ബൈ.